ബാബു, ഇവിടെ ഈ ഈ ജാതി ഇപ്പം മോഹൻ ഭഗവത് തന്നെ പറയുന്നു 2000 വർഷം മൃഗങ്ങളെപ്പോലെ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ്, 200 വർഷത്തെ കൂടി സംവരണം നൽകാൻ ഞാൻ എതിർക്കില്ല എന്ന് പറയുന്നു. 2000 വർഷം എങ്ങനെയാണ് മൃഗങ്ങളെപ്പോലെ കഴിയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ജാതി വ്യവസ്ഥയ്ക്ക് കീഴിലാണ്. അങ്ങനെ മൃഗങ്ങളെപ്പോലെ കഴിയേണ്ടി വരുന്ന ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ട് എന്താണ് ഒരു മൃഗത്തിന് പരിഗണന പോലും നൽകാത്ത ഈ സംഗതി എങ്ങനെ രാജ്യത്തെ ഏകീകരിക്കുന്നു എന്നാണ് പാഞ്ചജന്യം പറയുന്നത്? ഇപ്പോഴെങ്ങനെ ഏകീകരിക്കുന്നു എന്നാണ് പറയുന്നത്? ഇപ്പം ദളിതുകൾ ആക്രമിക്കപ്പെടുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്താൽ ദളിതുകൾ ആക്രമിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? അവരുടെ ജാതിയാണ് പ്രശ്നം, അവർ ദളിതുകളായതാണ് പ്രശ്നം. ആർ ബാബു, അപ്പോൾ ഈ സംവിധാനം എങ്ങനെ ഏകീകരിക്കപ്പെടും എന്നുള്ളതാണ് പാഞ്ചജന്യത്തിൻ്റെയും അതിൻ്റെ മഹാനായ എഡിറ്ററുടെയും കണ്ടുപിടുത്തം. ഞാനത് പറയുന്നതിന് മുൻപ് ശ്രീ രാജു പി നായർ ഈ ജാതിയെ സംബന്ധിച്ച് RSSുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. രാജു പി നായർ RSS ജാതിയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, ജാതിയുടെ പേരിലുള്ള വിഭജനത്തെയും സവർണ വിഷയങ്ങളെയൊക്കെ RSS ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് രാജു പി നായർ പറഞ്ഞു വെച്ചത്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അവർണ സമുദായങ്ങൾക്കെതിരായിട്ടൊക്കെ RSS എടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ശ്രീ രാജു പി നായർ ഡോക്ടർ അംബേദ്കറിൻ്റെ പേര് ഒന്ന് ഓർമ്മിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ അംബേദ്കറെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തത്? ഏറ്റവും പിന്നോക്കക്കാരനായ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളിൽ പ്രമുഖനായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ, ആ ഡോക്ടർ അംബേദ്കറോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ജാതി വ്യവസ്ഥയിൽ ഏറ്റവും പീഡനം അനുഭവിച്ച ഒരാളായിരുന്നല്ലേ ഡോക്ടർ അംബേദ്കർ? എന്തായിരുന്നു? കോൺഗ്രസ് അല്ലേ ഡോക്ടർ അംബേദ്കറെ തോൽപ്പിച്ചത്? ഡോക്ടർ അംബേദ്കറെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് അല്ലേ? ഡോക്ടർ അംബേദ്കർക്ക് ഒരു ഭാരതരത്ന എന്നുള്ളത് കൊടുക്കാൻ പോലും നിങ്ങളുടെ സർക്കാർ തയ്യാറായോ? ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തിട്ടും ഡോക്ടർ അംബേദ്കർക്ക് കൊടുക്കാൻ നിങ്ങളുടെ സർക്കാർ തയ്യാറായോ? ഇനി നിങ്ങൾ പറയുന്നു നിങ്ങൾ പാവങ്ങൾക്കെതിരാണ്, RSS പാവങ്ങൾക്കെതിരാണ്, ജാതി സെൻസസിലൂടെ ഈ സംവരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെതിരാണ്. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു മണ്ഡൽ കമ്മീഷനിൽ കോൺഗ്രസിന്റെ നിലപാട്? പിന്നോക്ക സംവരണത്തിന് കൊടുക്കണമെന്നുള്ള അനുകൂലമായ നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പിന്നോക്കക്കാരുടെ വക്താവായിട്ടും ഒക്കെ നിങ്ങൾ നടിക്കേണ്ട. കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാർക്ക് ഭരണത്തിൽ പങ്കാളിത്തവും അവസരവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദുത്വ ആശയം പിൻപറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളത് രാജ്കുമാർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ. അതറിയാഞ്ഞിട്ടല്ല, താങ്കൾ എത്ര പറഞ്ഞാലും ഇതൊക്കെ മറച്ചു വെച്ചിട്ടേ സംസാരിക്കൂ. അതുകൊണ്ട് ഞാൻ താങ്കളെ അത്തരം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഹാഷ്മി പറഞ്ഞ കാര്യം എനിക്കിതിവിടെ മനസ്സിലായില്ല. കാരണം ജാതിയെ മഹത്വവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ പാഞ്ചജന്യം വാരികയിൽ അത് എവിടെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പറയാമോ ഹാഷ്മി? അല്ല, ജാതി വ്യവസ്ഥ ഇന്ത്യ ഏകീകരിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? പാഞ്ചജന്യം വാരികയിലെ എഡിറ്റോറിയലിന്റെ ഫുൾ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ട്. ജാതി വ്യവസ്ഥ ഇന്ത്യ യൂണിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് പറയാമോ? നിങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് പലതും നിങ്ങൾ ഉദ്ധരിക്കുന്ന പലതും ശ്രീ ബോംബെയിലെ ഒരു പാതിരി, ഒരു ബിഷപ്പ്, ആ ബിഷപ്പിന്റെ ലേഖനമാണ് ലൂയിസ് ജോർജ് മൈലിൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ ഉദ്ധരണിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ജാതിക്കോ അപ്പനെ ആപ്പുമേ എന്ന് തുടങ്ങുന്ന ആ ഉദ്ധരണിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. അദ്ദേഹമാണ് ജാതിയെ മഹത്വവൽക്കരിക്കുക, ജാതിയാണ് ഹിന്ദു യൂണിറ്റിയുടെ അടിസ്ഥാനം എന്ന് കണ്ട് ജാതിയെ തകർത്ത് ഹിന്ദു മതവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയും. ജാതിയെ തകർക്കുന്നതോടെ ഹിന്ദു മതവുമായിട്ടുള്ള ബന്ധം തകർക്കാൻ കഴിയും. അതൊരു കൊളോണിയൽ തീമായിട്ട് കൊണ്ടുവരികയും ബ്രിട്ടീഷുകാർ അത് നടപ്പിലാക്കുകയും ചെയ്തു. ജാതിയെ തകർത്തുകൊണ്ട് ഹിന്ദുമതവുമായിട്ടുള്ള ബന്ധം തകർത്തുകൊണ്ട് ജാതി എങ്ങനെയാണ് സാർ ഇന്ത്യ യൂണിഫൈ ചെയ്തതെന്ന് പറയാമോ? കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള ബ്രിട്ടീഷ് ജാതി എങ്ങനെയാണ് ഇന്ത്യയെ ഏതെങ്കിലും കാലത്ത് യൂണിഫൈ ചെയ്തത്? എങ്ങനെയാണ് ശാക്തീകരിച്ചത്? എങ്ങനെയാണ് ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെ ഡിഗ്നിറ്റിയായി മാറിയത്? എങ്ങനെയാണ് ഹിന്ദു ഫ്രട്ടേണിറ്റിക്ക് കരുത്തായി മാറിയത് എന്ന് അങ്ങക്ക് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് പറയാമോ? ഞാനൊരു കാര്യം പറയാം. അതായത് ജാതി ഒരുപാട് ദോഷം നമ്മുടെ നാടിന് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ജാതിയുടെ പേരിലുള്ള വിവേചനം, ജാതിയുടെ പേരിലുള്ള വിവേചനം ഒരുപാട് ദോഷം ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഹാഷ്മി. പക്ഷെ ഒരു കാര്യം, ജാതിയുടെ പേരിലുള്ള ഈ വിദ്വേഷം ബ്രിട്ടീഷ് പൂർവ്വ ഇന്ത്യയിൽ
ഇന്ന് കാണുന്ന അത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിരവധി പഠനങ്ങളുണ്ട് ഹാഷ്മി. ഞാൻ അത്തരം പഠനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ അല്ല പറയാം. അങ്ങനെയെങ്കിൽ മോഹൻ ഭഗവതിന് കൊടുക്കുക പഠനങ്ങൾ. അങ്ങനെയെങ്കിൽ താങ്കളുടെ കയ്യിലുള്ള ആ പഠനങ്ങൾ മോഹൻ ഭഗവതിന് കൊടുക്കൂ. 2000 വർഷമായി മനുഷ്യനെ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞത് മോഹൻ ഭഗവതാണ്. 2000 വർഷങ്ങൾ മനുഷ്യനെ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്തതിന് കാരണം ജാതി വ്യവസ്ഥയാണെന്ന് പറഞ്ഞ മോഹൻ ഭഗവതാണ്. അപ്പൊ അങ്ങയുടെ കയ്യിലുള്ള ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് പഞ്ചസാര പാലുമുട്ടായി ആയിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന ലേഖനങ്ങൾ അങ്ങ് മോഹൻ ഭഗവതിന് അയച്ചു കൊടുക്കൂ. ഞാൻ പറയട്ടെ, അല്ല ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് മുൻപുള്ള മുഗളന്മാർക്ക് മുൻപുള്ള ഭാരതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ ജാതി വ്യവസ്ഥയ്ക്ക് ഈ പറയുന്ന ജാതിയുമായ വിവേചനത്തിന് ഈ പറയുന്ന 2000 വർഷത്തിന് ഇപ്പുറമുള്ള ഒരു ചരിത്രമേ ഉള്ളൂ സർ. അതാണ് മോഹൻജി ഭാഗവതും പറയുന്നത്. 2000 വർഷത്തിനപ്പുറം ഭാരതത്തിന് ചരിത്രമുണ്ടല്ലോ. 2000 വർഷത്തിനപ്പുറമുള്ള ചരിത്രം പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം. 2000 വർഷത്തിന് ഇപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഈ പഠനം ഒന്നും ഭാരതീയരുടേതല്ല കേട്ടോ. ഈ പഠനം കാസ്റ്റ് ഓഫ് മൈൻഡ്, നിക്കോളാസ് ബി ഡിർസ്, അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയനാണ്, ആന്ത്രോപോളജിസ്റ്റ് ആണ്, നരവംശ ശാസ്ത്രജ്ഞനാണ്. കാസ്റ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, സൂസൻ ബെയ്ലെ, അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്റോറിയൻ ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ആണ്. ഓക്കെ. ഇനി പ്രീ കൊളോണിയൽ ഇന്ത്യ ഇൻ പ്രാക്ടീസ്, സിന്ധിയ ടാൽബോട്ട്, അദ്ദേഹം ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്റോറിയനാണ്. എ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ ഡെക്കാൻ, റിച്ചാർഡ് എം ഈറ്റൻ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ആരിസോണയുടെ ഹിസ്റ്റോറിയനാണ്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ഇവരുടെയൊക്കെ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യം, ഭാരതത്തിന്റെ പൂർവകാല ഭാരതത്തിൽ ഈ പറയുന്ന ഇന്ന് കാണുന്ന തീവ്രതയോടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമായിരുന്നില്ല. ജാതികൾ തമ്മിലുള്ള കാലുഷ്യം ഉണ്ടായിരുന്നില്ല. ഈ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ സ്വന്തം ജാതിയുടെ ഒരു സ്വത്വമുണ്ടല്ലോ, അതിന് പ്രൊഫസർ KS ലാൽ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ പുസ്തകമുണ്ട്. ആ പുസ്തകം കാശിയുടെ പഠനമാണ്, ആന്ത്രോപോളജിക്കൽ പഠനമാണ് അദ്ദേഹം നടത്തിയത്. ആ പഠനത്തിൽ ഒരു ഉദാഹരണമുണ്ട് കാശ്മീർ, വളരെ ശ്രദ്ധാർഹമായ ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, കാശിയില് ഗംഗാതീരത്ത് ശവദാഹം നടത്തുന്നത് ഡോം വംശജരാണ്. അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, ഡോം വംശജരാണ്. ആ ഡോം വംശജരായിട്ടുള്ള ആളുകൾ മിഷണറിമാരുടെ സ്വാധീനം കൊണ്ട് മതം മാറി ക്രിസ്ത്യാനി ആയിട്ടുണ്ട് കുറെ പേര്. അവരുടെ കുടുംബത്തിലൊരാൾ മരിച്ച സമയത്ത് അവര് മൃതദേഹം ദഹിപ്പിക്കുന്ന ചടങ്ങിലേക്ക് കടന്നപ്പോൾ KS ലാലിന്റെ പുസ്തകം പറയുകയാണ്, കടന്നപ്പോൾ പാതിരി വന്നിട്ട് പറഞ്ഞു, അല്ല നമുക്ക് ദഹിപ്പിക്കുകയല്ല കുഴിച്ചിടുകയാണ് വേണ്ടതെന്ന്. ആ സമയത്ത് ആ ഡോം ജാതിയിൽപ്പെട്ട ആള് പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ വന്നു, ഞങ്ങളുടെ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ക്രിസ്തുമതം വിശ്വാസിയാണെന്ന് പറഞ്ഞു, ഓക്കെ, പക്ഷേ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ധർമ്മം വിടിയാൻ ഞങ്ങൾ തയ്യാറല്ല. ഓരോ തുടർന്നിരുന്ന ചില അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങൾ അവിടെ അല്ല ഹാഷ്മി, ഞാൻ പറയാം, ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. വളരെ നീണ്ട പ്രസംഗം നടത്താൻ രാജു പി നായർക്ക് അവസരം കൊടുത്തല്ലോ. അപ്പോ ഈ ഒരു കാര്യമുണ്ട്. അതായത് ജാതിയും അതേപോലുള്ള ഘടകങ്ങളും ഒക്കെ മതവുമായിട്ട് അതിനെ ഘടിപ്പിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പഠനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഈ ജാതിയെ, അതായത് കൊളോണിയൽ കൺസെപ്റ്റ് അനുസരിച്ച് ജാതികളെ ഭിന്നിപ്പിക്കുക, അതുവഴി ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ സതുദ്ദേശമല്ല, സതുദ്ദേശപരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ഡൽ കമ്മീഷനെ പിന്തുണയ്ക്കാതെ, മണ്ഡൽ കമ്മീഷനെ 10 വർഷക്കാലം എന്ത് ധാർമ്മികതയാണ് പറയാനുള്ളത്? മണ്ഡൽ കമ്മീഷൻ സംഘപരിവാർ നിലപാടുണ്ടായിരുന്നു. ശരി, ദിനു, ഇപ്പൊ അപ്പൊ അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ, ഈ മുഗളന്മാർ വരുന്നതിന് മുൻപ് ശരി, ഈ മുഗളന്മാർ വരുന്നതിന് മുമ്പ് മാനുവൽ സ്കാവിംഗ് നടത്തുന്ന സമുദായം അത് നടത്തുന്നു, തോലൊരുക്കുന്ന സമുദായം അത് നടത്തുന്നു, എല്ലാം നടത്തുന്ന അങ്ങനെ. പക്ഷേ എല്ലാം പരസ്പര ഹാർമണി. എന്താ, നിക്കോളാസ് ബെയ്ലി, സൂസൻ ബാരി, നിക്കി ഹാലെ, സിന്തറ്റിക് ടാൾബോർട്ട്, അങ്ങനെ കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട് ദിനു. അപ്പോൾ മുഗളന്മാർ വന്ന് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്കാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമന്റെ രാജ്യമായിരുന്നെങ്കിൽ ശംഭൂകന്റെ ഗതിയായിരിക്കുമല്ലോ എനിക്ക് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റ് ടെക്സ്റ്റുകളിലേക്കൊന്നും പോകണ്ട. ഇന്ത്യയുടെ പാസ്റ്റ് ഗ്ലോറിഫൈഡ് പീരീഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
നാരായണ ഗുരു ഇതും പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ശ്രീനാരായണ ധർമ്മ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ വാൽമീകി അല്ല എവിടെ പറഞ്ഞു പറ അങ്ങനെ പാസിംഗ് റിമാർക്സ് അടിച്ച് പോകാൻ സമ്മതിക്കില്ല. ഞാൻ സംസാരിച്ച് തീരട്ടെ നിങ്ങളിങ്ങനെ ശുദ്ധ നുണ പറഞ്ഞങ്ങനെ പോകല്ലേ. നിങ്ങൾ പറയൂ, കൃത്യമായിട്ട് തന്നെ പറയും. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ പറയാൻ സമയം തരുമോ? പറയാൻ സമയം തരുമോ? പറഞ്ഞോട്ടെ, പറയൂ. വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ ഹിന്ദു എന്നത് ഒരു മതമേ അല്ലല്ലോ എന്ന് കൃത്യമായി പറയുകയും ആ ആർട്ടിക്കിളിനകത്ത് അന്നത്തെ ആശ്രമത്തിനകത്തുള്ള ആളുകൾ റെക്കോർഡിക്കലായി തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി ശ്രീനാരായണ ഗുരു പറഞ്ഞ എവിഡൻസ് ഉണ്ട്. ഡോക്ടർ ജി മോഹൻ ഗോപാൽ അടക്കമുള്ള ഇപ്പത്തെ ശ്രീനാരായണ മാനവധർമ്മ പരിപാലന സംഘത്തിന്റെ ആളുകൾ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് പറയുന്നുമുണ്ട്. അടുത്തത് കൃത്യമായി കൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കൃത്യമായ റെഫറൻസ് തരാം. ഇന്ത്യയുടെ രാമായണത്തിന്റെ അകത്ത് ശംഭൂകർ വളരെ കൃത്യമായ റിമാർക്കിനുള്ള റെഫറൻസ് തരാം ചർച്ചയ്ക്ക് തീരുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ. ദിനു ഒരു വിദ്യാർത്ഥിയാണ്, ഗവേഷകനാണ്. ഈ കൂട്ടത്തിൽ പാനലിൽ നമ്മളെക്കാൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ദിനു പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ റിമാർക്കിന് കൃത്യമായി ഞാൻ റെഫറൻസ് തരാം എന്ന് പറഞ്ഞല്ലോ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. പിന്നെ എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പാസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായി ഒരു പക്ഷേ ബൗദ്ധ കാലഘട്ടത്തിലോ സംഘ കാലഘട്ടത്തിലോ കൃത്യമായിക്കൊണ്ട് ഐന്തിണകൾ നിലനിൽക്കുകയും കൃത്യമായിക്കൊണ്ട് സമുദായങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ നമ്മൾ മറ്റ് ദ്രവീഡിയൻ ഭാഷകൾ എടുത്തു കഴിഞ്ഞാൽ ജാതി എന്ന് സാധനത്തിനെ ഇക്വേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദം പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമായിരുന്നു ഉണ്ടായത്. മറിച്ച് ജാതി എന്ന് പറയുന്ന മൊമെന്റ് തൊട്ട് അത് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഇൻഇക്വാലിറ്റി ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ പുരുഷ സൂക്തത്തിനകത്ത് ഭാഗവത പുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഖം ഉത്തമാംഗം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി മുഖത്തിൽ നിന്ന് വന്നവർ ഉത്തമന്മാരാണെന്നും പാദത്തിൽ നിന്ന് വന്ന ശൂദ്രർ മോശക്കാരാണെന്നും കൃത്യമായി പറയുന്നുണ്ട്. വ്യവഹാരമാലയ്ക്കകത്ത് കർമ്മ ബ്രാഹ്മണ്യത്തെ പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുന്നത് ശൂദ്രനോ അധമ ജാതികളോ ബ്രാഹ്മണനെ പോലെ പൂണൂലിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്തരം ടെക്സ്റ്റിലൊക്കെ കാണുന്നത്. അപ്പം ഇന്ത്യക്ക് ഉള്ള ഒരു ഗ്ലോറിഫൈഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബുദ്ധ പാരമ്പര്യം നിലനിന്നിട്ടുണ്ടായിരുന്ന ദ്രവീഡിയൻ പാരമ്പര്യം നിലനിന്നിട്ടുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കാത്ത ഘട്ടത്തിലാണ് ഇന്ത്യ കൃത്യമായിട്ട് ജനാധിപത്യത്തെ പേറിയിട്ടുള്ളത്. മറ്റെല്ലാ ഘട്ടത്തിനകത്തും ബ്രിട്ടീഷുകാർക്ക് മുമ്പും മുഗൾമാർക്ക് മുമ്പും വളരെ കൃത്യമായി കൊണ്ട് ഇന്ത്യക്കകത്തുള്ള സവർണ ഹിന്ദു രാഷ്ട്രീയം വളരെ കൃത്യമായി കൊണ്ട് ഇന്ത്യക്കകത്തെ ദളിതരെയും ആദിവാസികളെയും OBC പിന്നോക്ക വിഭാഗങ്ങളെയും അടിച്ചമർത്തിയതിന്റെ ചരിത്രമാണ് നമ്മൾക്കുള്ളത്. അത്തരത്തിൽ ഗ്ലോറിഫൈഡ് പാസ്റ്റ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിന്റെ ചെയ്തികളെ, ബ്രാഹ്മണിക് ഹെജിമണി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ചെയ്തികളെ അംഗീകരിച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.